എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1778 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും വിഷമത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ സൂം സെഷനിൽ മോഡറേറ്റ് ചെയ്യാനായി ഇരിക്കുന്നത്. ഇന്ന് വളരെ സങ്കടത്തോടു കൂടി മാത്രമേ എനിക്ക് അവസാനം വരെ ഇരിക്കാനും കഴിയൂ. കാരണം എന്ന് വെച്ചാൽ നമ്മോടൊപ്പം സൂം പ്ലാറ്റ്ഫോമിൽ അധിക ദിവസവും ഉണ്ടായിരുന്ന ഡോക്ടർ ലതാ മനോഹരൻ സജീവ സാന്നിധ്യമായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് മോഡറേറ്റ് ചെയ്യുന്ന നമുക്കൊരു കൂട്ടായിട്ട് എപ്പോഴും വീഡിയോ ഓണാക്കിയിരിക്കുകയും എല്ലാ സെഷനിലും ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ ഫാക്കൽറ്റികളെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ലതാ മനോഹരൻ. അവരുടെ വേർപാട് സൂമിനൊരു നഷ്ടം തന്നെയാണ്. അത് ഓർക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമമുണ്ട്. എന്തായാലും ലതാ മനോഹരൻ ഡോക്ടറുടെ ഭാവന സ്മരണയ്ക്കായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. ലതാ മനോഹരൻ ഡോക്ടറുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ശ്രീ ഷാലു രാജനാണ്. ഷാലു രാജൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതുപോലെ തികഞ്ഞ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ്, യൂട്യൂബറാണ്, സാഹിത്യകാരനാണ്. അങ്ങനെ പല രംഗങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യവും കാഴ്ചവെക്കുന്ന ശ്രീ ഷാലു രാജനാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഇന്നത്തെ വിഷയം കരിയറിൽ എങ്ങനെ ബെസ്റ്റ് ആകാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഇന്നത്തെ ഈ ഷാലു രാജന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പം കൂടുതൽ ദിവസവും പങ്കെടുക്കുന്ന ഷാലു രാജനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാൻ ഡോക്ടറല്ല ശ്രീ ഷാലു രാജൻ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം, കാണാം, സ്ക്രീനും എത്തിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ആദ്യമേ തന്നെ കേൾക്കാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോഴും പല ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ എന്നെ നമ്മൾ പറയുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ലതാ മാഡം. അത് എന്തായാലും മാഡത്തിന്റെ ആ ഒരു ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ ഞാനും തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള വന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കരിയറിൽ നമുക്ക് എങ്ങനെ നമ്പർ 1 ആകാം അല്ലെങ്കിൽ ജീനിയസ് ആയി മാറാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിപ്പം ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സ്, ഇപ്പം ഹോമിയോപ്പതിക് ലവേഴ്സ്, അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ കരിയർ ഏതാണോ അവർക്കും ആ രീതിയിൽ തന്നെ ക്ലാസ്സിനെ എടുക്കാൻ കഴിയുന്നതാണ്. എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ നിയോഗവുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം ഡോക്ടർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജീവിതം ഒന്ന് മാറാൻ, ആരുടെയോ കണ്ണീരിന് അവസാനം കുറിക്കുവാൻ, ആരുടെ മുഖത്ത് ഒരു ശാന്തമായിട്ടുള്ള പുഞ്ചിരി ഉണ്ടാകുവാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിത്തമാണ്. ഒരു ഡോക്ടറിൽ നിന്നും മികച്ച ഒരു ഡോക്ടറായി മാറുവാൻ നാം കരുതേണ്ട ആയുധങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഹ്യൂമാനിറ്റി, അല്ലെ? അതുപോലെ തന്നെ ക്ഷമ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ശക്തി, വിൽ പവർ എന്ന് പറയും, അതുപോലെ തന്നെ മനസ്സിന്റെ വലിപ്പം എന്നിവ. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഒരുപക്ഷെ ഏറെ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ അവയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം കൈവരിക്കുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അനന്തമാണ്. ഓരോ രോഗിയും ഓരോ സുഖം പ്രാപിക്കുന്ന മനുഷ്യനും നമ്മുടെ ജീവിതത്തിൽ എന്നും
ആശീർവാദങ്ങളായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ കൂടുതൽ ജ്ഞാനത്തോടും മാനസികമായിട്ടുള്ള ഊർജത്തോടും അനുഭൂതിയോടും കൂടി നമ്മുടെ കരിയറിനെ ഉയർത്താം. അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒരുപാട് പുതിയ ജീവിതങ്ങളെ നമുക്ക് സ്പർശിക്കാം. എങ്ങനെ നമുക്ക് ഒരു ഡോക്ടർ എന്നതിന് പുറമെ ഒരാൾക്ക് തുണയായും ആശ്വാസമായും ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം കണ്ടെത്താൻ പോകുന്ന ഉത്തരങ്ങൾ. നിങ്ങളുടെ കരിയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഏവരുടെയും കരിയറിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പോഴും പിടിച്ചു നിർത്താൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ്: സമയം, അതുപോലെ തന്നെ നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അധികം തിരികെ എടുക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ഒരുപോലെ 24 മണിക്കൂറുകളുമായിട്ട് ജനിച്ചവരാണ്. പക്ഷെ ചിലർ ആ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ കൈവരിക്കുമ്പോൾ ചിലർ ജീവിതത്തിൻ്റെതായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ട് അടിയറവ് പറയേണ്ടി വരുന്നു. അവരുടെ ജീവിതം തന്നെ അടിയറവ് പറയേണ്ടതായിട്ട് വരുന്നു. ഈ സമയം എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർമാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇരട്ടിയിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഡോക്ടർമാരെ സംബന്ധിച്ച്. കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു രോഗി നിൽക്കുമ്പോൾ ഒരു നിമിഷത്തിന്റെ വാല്യൂ എന്താണ്, ആ ഒരു രോഗിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനുള്ള ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകുന്ന ആ ഒരു നിമിഷം ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സമയം പോലെ തന്നെ നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഊർജം, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്. സമയം നമുക്ക് എങ്ങനെ ശരിയായിട്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഊർജത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിച്ചും നമുക്ക് എങ്ങനെ ദീർഘകാലം സുസ്ഥിരമായിട്ട് കഴിയാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണ്. എന്താണ് നമ്മുടെ വാല്യൂ? നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ കരുതുന്നത് എന്താണ്? എന്താണ് നമ്മുടെ വാല്യൂ? നമ്മൾ നമുക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണ്? എന്നെ കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, എപ്പോഴും മറ്റുള്ളവർ നമ്മളിൽ നിന്നും ചിന്തിക്കുന്നത് നമ്മളിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സെയിൽസ് പേഴ്സൺ, എന്നെ കേൾക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്. അപ്പോ ഞാൻ ഉൾപ്പെടുന്ന പബ്ലിക് ആ പ്രോഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അത് എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് സമയം കണ്ടെത്തുകയുള്ളൂ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പണം മുടക്കുകയുള്ളൂ. ഇനി ഒരു കോഴ്സ് നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ അവതരിപ്പിക്കുന്നു, ഈ കോഴ്സ് ചെയ്താൽ, അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇതിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് അതിൽ നിന്നൊരു ജോബ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇനി ഒരു സ്കൂൾ മാനേജ്മെന്റ് നമ്മളെ സമീപിക്കുമ്പോൾ, എന്റെ കുട്ടിയെ ആ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കുട്ടിയെ ആ ടീച്ചറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ആ ഡോക്ടറിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എന്റെ കുട്ടിയെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ, എന്റെ അച്ഛനെയോ അല്ലെ എന്റെ അമ്മയോ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാൻ കഴിയുമോ, എന്റെ ഭാര്യയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ? ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരും. ഇന്ന് ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾ അധികം നിറഞ്ഞിരിക്കുന്ന ഒരു മേഖലയായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മുടെ ക്വാളിറ്റി എത്രത്തോളം ഉയർത്തി, അല്ലെങ്കിൽ നമ്മുടെ മൂല്യം, വാല്യൂ എത്രത്തോളം ഉയർത്തി, നമുക്ക് എത്ര രോഗികളെ, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന രോഗികളെ കൈപിടിച്ചുയർത്താം, അതുപോലെ നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ കൈപിടിച്ചുയർത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക. അതാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ റൂട്ട് കോസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. നാം ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ റൂട്ട് കോസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എക്സസൈസ് ചെയ്യാൻ മടിക്കുന്നു, ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല, വ്യായാമം എനിക്ക് ഇഷ്ടമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസ്, ആ റൂട്ട് കോസ് എന്ന് പറയുന്നതാണ് ഹെൽത്ത് ആണ്. ഫിസിക്കലി മെന്റലി ഉള്ള ഹെൽത്ത്. അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാലത്തോളം ഞാൻ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുകയില്ല.
നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് കാരണം? നമ്മൾ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പണത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെ, നമ്മളത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് റൂട്ട് കോസ് അതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എല്ലാറ്റിനും ഒരു റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസിന് പ്രാധാന്യം കൊടുക്കുന്നിടത്താണ്, അല്ലെ, ഓരോ ആളുകളും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെതായിട്ടുള്ള അബണ്ടൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഫാമിലിയിലാണെങ്കിലും പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കരിയറിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ ഒരു വാല്യൂ സിസ്റ്റത്തെ ഞാനിവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ, ആരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, അദ്ദേഹത്തിന്റെ വാല്യൂ സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഗ്രാഫിന്റെ ഏറ്റവും മുകളിൽ ഹൈ വാല്യൂ സിസ്റ്റം, ഏറ്റവും താഴെ ലോ വാല്യൂ സിസ്റ്റം, സെന്ററിൽ മിഡ് വാല്യൂ സിസ്റ്റം. എന്താണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഹൈ വാല്യൂ സിസ്റ്റം, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് റൂട്ട് കോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹം പണത്തിന്, മണിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള പ്രാർത്ഥനകൾ, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് എക്സസൈസിന് പോകുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലോ പ്രൊഫഷനിലോ റിസർച്ചിങ്ങുകൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. ഇനി ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ലോ വാല്യൂ സിസ്റ്റത്തിൽ നിൽക്കുന്നത് ന്യൂസ്, മൂവീസ്, സോഷ്യൽ മീഡിയ, ആൽക്കഹോൾ, ഗോസിപ്പ്, ഡ്രഗ്സ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതൊന്നും അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാണ് ലോ വാല്യൂ സിസ്റ്റം എന്ന് അവിടെ കാണുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മിഡ് വാല്യൂ സിസ്റ്റം, അല്ലെ. സെൻട്രൽ നോക്കിക്കേ, മൂവീസ്, ലിക്കർ, സോഷ്യൽ മീഡിയ, ട്രാവലിംഗ്. അതായത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹം ചെയ്തു പോകുന്ന കാര്യങ്ങൾ. ഇതിപ്പം ഡെയിലി ബേസിസിലാണ് ഞാൻ പറഞ്ഞത്, വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഡെയിലി ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ, ഡെയിലി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യങ്ങൾ, ഇനി ആരുടെയെങ്കിലും പരപ്രേരണയാൽ, മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് മിഡ് വാല്യൂ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വീട്ടുകാർ, ഫാമിലി പറയുകയാണ് വീക്കെൻഡ് അല്ലേ, ഒന്നൊരു മൂവി കണ്ടാലോ. അപ്പൊ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ മൂവി കാണാൻ പോകുന്നു. ലിക്വർ, ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരെന്ന് നിർബന്ധിക്കുകയാണ്, ഒരു പെഗ് അടിച്ചാലോ, വീക്കെൻഡ് അല്ലേ, അല്ലെങ്കിൽ സാലറി കിട്ടിയതല്ലേ, ഒരു ഇത്തിരി അടിച്ചാലോ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, 10-15 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകും. ആരെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ ട്രാവലിങ്ങിന് പോകുന്ന ഒരു വ്യക്തി, വലിയ നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മണി, ഫാമിലി, കരിയർ, മെഡിറ്റേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ഉയർച്ച, അതിൻ്റെതായിട്ടുള്ള അബണ്ടൻസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ശരിയല്ലേ? അടുത്തത് വീണ്ടും ഒരു ഗ്രാഫ് കൂടി ഞാൻ കാണിക്കുകയാണ്. ഇത് വൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഗ്രാഫാണ്, വാല്യൂ സിസ്റ്റമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ന്യൂസ് ഡിബേറ്റ്സുകൾക്കാണ് ഒരു ദിവസം. അതുപോലെ മൂവീസിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. മൂവീസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യത്തെ ദിവസം, എന്താ പറയാ, മൂവി ഇറങ്ങുന്ന ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയിൽ അദ്ദേഹം ആ പടം കണ്ടിരിക്കും. വാല്യൂ കൊടുക്കാത്ത ആളാണെങ്കിൽ ഇനിയിപ്പം ടെലിഗ്രാമിലോ മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന സമയത്ത് കണ്ടാൽ കണ്ടു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ പ്രേരണയാൽ കണ്ടെന്നിരിക്കാം, അത്രയേ ഉള്ളൂ. എന്നാൽ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ അയാൾ ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും കണ്ടിരിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ആൽക്കഹോൾ, ഗോസിപ്പ്, ഡ്രഗ്സ്, ആ വൈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ഇതാണ് വരുന്നത്. ലോ വാല്യൂ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മണി പ്രാധാന്യം കൊടുക്കുന്നതേയില്ല, ഫാമിലിക്ക്, റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നതേയില്ല, കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നതേയില്ല, അല്ലെ, കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതേയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചിലർക്ക് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമായിരിക്കും, കുട്ടികളായിരിക്കും അവരുടെ ലോകം എന്ന് പറയുന്നത്. എന്നാൽ ചിലർക്ക് കുട്ടികൾ എന്ന് പറയുന്ന ഒരു ബാധ്യതയായി മാറിയിരിക്കും. ഫാമിലിക്ക് അവർ വലിയ പരിഗണന കൊടുക്കണമെന്നില്ല, എന്നാൽ ചിലർക്ക് ഫാമിലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് വ്യക്തികളുടെ എക്സ് ഓർ വൈ, രണ്ട് വ്യക്തികളുടെ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ഗ്രാഫാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കാമെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും. അതായത് നമ്മുടെ ഒരു കറണ്ട് വാല്യൂ സിസ്റ്റം എന്താണ്, അതായത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അതായത് എന്തിനൊക്കെ നമ്മൾ പണം ചെലവഴിക്കുന്നോ, എന്തിനൊക്കെ സമയം ചെലവഴിക്കുന്നോ, എന്തിന് ഇത് രണ്ടും കൂടി ചെലവഴിക്കുന്നോ,
അത് നമ്മുടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഗ്രാഫ് ഒന്ന് വരച്ചതിന് ശേഷം എല്ലാവരും പേനയും പേപ്പറും എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കുക. മുകളിൽ ഹൈ വാല്യൂ സിസ്റ്റം ഒന്ന് മാർക്ക് ചെയ്യുക, സെൻട്രൽ മിഡ് വാല്യൂ സിസ്റ്റം ഒന്ന് മാർക്ക് ചെയ്യുക, ഏറ്റവും താഴെ ലോ വാല്യൂ സിസ്റ്റം ഒന്ന് മാർക്ക് ചെയ്യുക. 2-3 മിനിറ്റ് ഞാൻ തരാം. ഇത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കറണ്ട് റിയാലിറ്റി, ഈ ഒരു നമ്മുടെ കറണ്ട് റിയാലിറ്റിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ എന്നുള്ളതൊന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രാഫായിട്ട് അത് വരയ്ക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് വേണമെങ്കിൽ ഇടാം. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ സിസ്റ്റം എന്താണ് എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഅറേഞ്ചിങ് ആണ്, എക്സ്പെക്ടഡ് വാല്യൂ സിസ്റ്റം. അപ്പൊ അതിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഡെയിലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ, സമയം, അതുപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഏറ്റവും മുകളിൽ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ എഴുതുക. നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ലോ വാല്യൂ സിസ്റ്റത്തിൽ ഏറ്റവും താഴെ. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഇപ്പോൾ ഒരു മൂവി കാണുന്നതോ ട്രാവലിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തും എഴുതാം, എല്ലാം എഴുതണം. ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും എഴുതണം. അത് മറ്റുള്ളവരെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. നേരത്തെ കാണിച്ചതിലെ എല്ലാ സംഗതികളും ഓർമ്മയില്ല. കിട്ടില്ല. നേരത്തെ ആ 3 ടൈറ്റിലിൽ എഴുതിയിരുന്ന എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് അപ്പോഴേ എഴുതാത്തുണ്ട്. ഞാൻ കാണിക്കാം. ഓ, ന്യൂസ്, മൂവീസ്, സോഷ്യൽ മീഡിയ, ആൽക്കഹോൾ, ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കൂടുതലും അദ്ദേഹം നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് ഹൈ വാല്യൂവിൽ വന്നേക്കുന്നത്. ഏറ്റവും താഴെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി ഒരു പോസിറ്റീവായ പേഴ്സൺ, ആദ്യത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. ജസ്റ്റ് ഒന്നുകൂടെ നോക്കിക്കോ. ഇതില് നമുക്ക് താല്പര്യം ഇല്ലാത്ത വിഷയം ഉണ്ടെങ്കിലോ? ലോ വാല്യൂ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, അത് ലോ വാല്യൂ സിസ്റ്റത്തിൽ വരും. തീരെ ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ, ഒരു എക്സ് എന്ന് പറയുന്ന പേഴ്സണിന്റെ എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ ടോട്ടലി ഒരു പോസിറ്റീവായ പേഴ്സൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളുടെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം ചിലപ്പോൾ മിങ്കിൾ ആയിരിക്കും. ഹൈ വാല്യൂ സിസ്റ്റത്തിൽ തന്നെ ലോ വാല്യൂ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളും കാണാം. മനസ്സിലായില്ലേ? അത് കറണ്ട് റിയാലിറ്റിയാണ്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഗ്രാഫ് കൂടെ ഒന്ന് വരയ്ക്കുക. അതായത് റീഅറേഞ്ച് ചെയ്യുക. അതായത് നാളെ മുതൽ നമ്മൾ എന്തായി തീരണം, എന്റെ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഹൈ വാല്യൂലുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ അടുത്ത നിമിഷം, നാളെ മുതൽ വേണ്ട, ഇന്ന് രാത്രി മുതൽ നമ്മൾ ചേഞ്ച് ആവാൻ പോകുന്നത് തീരുമാനിക്കുക. നമ്മളിലൊക്കെ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ, കുഴപ്പമില്ല. അപ്പൊ അത് നമ്മളൊന്ന് എക്സ്പെക്ടഡ് വാല്യൂ സിസ്റ്റം, അതായത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ എന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ ഫാമിലിയായി ബന്ധപ്പെട്ട എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളായിരിക്കുമല്ലോ മുഴുവൻ വരുന്നത്. അപ്പൊ അതെല്ലാം ഇനി മുകളിലേക്ക് അറേഞ്ച് ചെയ്യുക, ഹൈ വാല്യൂ സിസ്റ്റത്തിലേക്ക് അറേഞ്ച് ചെയ്യുക. ഇനി എനിക്ക് തീരെ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അനാവശ്യമായിട്ട് ഞാൻ വെറുതെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഡിബേറ്റ്സുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ, സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി താഴേക്ക് ഇറക്കാൻ പോവുകയാണ്, ലോ വാല്യൂ സിസ്റ്റത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ഒരു എക്സ്പെക്ടഡ് വാല്യൂ സിസ്റ്റം. ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് കൂടി വരയ്ക്കുക, അതിനുശേഷം അവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക. എക്സാമ്പിൾസ് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഫിഗറിലേക്ക് വേണമെങ്കിൽ നോക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. വലിയ വ്യത്യാസം ഇല്ലെങ്കിലോ? ഇതാ വലിയ വ്യത്യാസം ഇല്ലെങ്കിലോ? അത് ഞാൻ പറയാം. IFPH മീറ്റിംഗ് ഒക്കെ വരുമല്ലോ, എന്തായാലും വരില്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇപ്പം ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് അറിവുകളാണ് കിട്ടുന്നത്. അതൊക്കെ ഇപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യത്തിൽ കയറിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനെ ഇപ്പൊ ഇതിൽ ഏതിപ്പെടുത്തും?
സോഷ്യൽ മീഡിയയോ ന്യൂസോ അല്ല അല്ല സോഷ്യൽ മീഡിയയിലോ അതിലേതിപ്പെടുത്തും അല്ല, ഈ പറഞ്ഞ വാക്കുകൾ? IFPH മീറ്റിംഗ് മേളിൽ വരില്ല, ഹൈ വാല്യൂ നമ്മൾ ഇമ്പോർട്ടൻസ് അല്ല, കൊടുക്കുന്ന. IFPH മീറ്റിംഗ് ഒന്നും ഇതിലില്ലല്ലോ. ഞാനിതൊരു എക്സാമ്പിൾ കൊടുത്തതാണ്, വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. അല്ല, അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്നാണോ പറയുന്നത്? അതെ അതെ, നമുക്ക് ഓ, ഇഷ്ടമുള്ളത് എഴുതാം. അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇതിനകത്തുള്ളതേ എഴുതാൻ പറ്റുള്ളായിരിക്കും. അയ്യോ അല്ലല്ല, ഇത് ഞാൻ എക്സ് ഓർ വൈ എന്നുള്ളത് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചത്, ആരും ആരും ആകാം. ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇത് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ. ആ, ഞാനിതൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതാണ്. ഓക്കെ, നമുക്കത് അവസാനം ഡിസ്കസ് ചെയ്യാം. ഞാനത് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അവസാനം നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതില് ഇപ്പം നിങ്ങളിപ്പോ എഴുതിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കരിയർ ഉണ്ടാകും. നിങ്ങൾ ഇനി എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ചിൽഡ്രൻ, ഇനിയിപ്പോ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫുഡ്, അല്ലെ? ചിലർക്ക് ഫുഡിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത ആളുകളുണ്ട്. വല്ലപ്പോഴും കഴിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നവരുണ്ട്. അതിനിപ്പോ നമ്മൾ മാറ്റുകയാണ്, നാളെ മുതൽ പ്രോപ്പറായിട്ട് ഞാൻ ഫുഡ് കഴിക്കും എന്റെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അതെല്ലാം ഇപ്പം ഹൈ വാല്യൂ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് നമ്മൾ എല്ലാ ദിവസവും ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതായത് ഇപ്പം കരിയർ ആണ് നമ്മുടെ ഹൈ, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം മാത്രം മറ്റു കാര്യങ്ങൾ, ഫാമിലി, കുട്ടികൾ, ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു. വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. ഇതൊരു റാഗിംഗ് പോലെ ആയി മാറുന്നുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങൾ അവിടെ ആരോടും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള ആരുടെയെങ്കിലും മേളിൽ നമ്മൾ ഡംപ് ചെയ്യാറുണ്ട്, റാഗിംഗ് നടക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ, അതായത് ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ ആദ്യം വരുന്നത് നമ്മുടെ കരിയർ ആയിരിക്കും. കരിയറിൽ വരുന്ന എന്തെങ്കിലും എഡ്യൂക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും റിസർച്ചിങ് വരുന്നുണ്ടെങ്കിൽ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ, ആ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു. എന്ന് കഴിഞ്ഞാൽ ഫാമിലിയെ തഴഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഫാമിലിയും അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അത് ഹൈ വാല്യൂ സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ടോ? അതും ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഹൈ വാല്യൂ സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മികച്ച രീതിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കരിയറിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിങ്ങിനായിരിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ചിന്തിക്കുന്നത്, ഇനി അടുത്തൊരു ദിവസം എനിക്കുണ്ടെങ്കിൽ ഞാൻ രാവിലെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്റെ പ്രസന്റേഷൻ സ്കിൽ, അല്ലെങ്കിൽ സ്പീച്ചിങ് പ്രാക്ടീസ്, അതായിരിക്കും ഞാൻ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള എന്റെ ഒരു തോട്ട്. എന്ന് കരുതി എന്റെ ഫാമിലിയെ ഞാൻ മറക്കുമെന്നോ, കുട്ടികളെ ഞാൻ മറക്കുമെന്നോ, മറ്റുള്ളതെല്ലാം ഞാൻ അവഗണിക്കുമെന്നോ, എക്സസൈസ് ചെയ്യില്ലെന്നോ, അല്ലെങ്കിൽ ഭക്ഷണ സമയം കഴിക്കത്തില്ലെന്നോ, അങ്ങനൊന്നുമല്ല. എല്ലാം എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് എന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഇതാണ് നമ്മൾ ഇതിലൂടെ പ്രൂവ് ചെയ്തത്. ഇതിലൂടെ നമുക്ക് സമയം ലാഭിക്കുവാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ഊർജ്ജവും, വെറുതെ പല കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ഊർജ്ജം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ, അവിടെ മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉള്ളതാണ്. നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ട കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും, അവരെപ്പോഴും ഇങ്ങനെ ബിസി ആയിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ രാവിലെ മുതൽ അങ്ങ് അധ്വാനമാണല്ലോ, പക്ഷെ അവന്റെ ജീവിതത്തിൽ അതിന്റെ ഒരു നേട്ടം കാണാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ പലരും നമ്മളോട് തന്നെ പറയുന്നുണ്ട്, ദിവസം ചെയ്യാത്ത പണികളില്ല, എല്ലാം ചെയ്യും. പക്ഷെ എന്ത് ചെയ്തിട്ടും എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഈ ഊർജ്ജം, മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, നമ്മൾ കൂടുതൽ അധ്വാനിച്ചു കഴിയുമ്പോൾ നമ്മൾ ആകെ ടയർഡ് ആയി പോകും, അല്ലേ? മെന്റലി നമ്മൾ ടയർഡ് ആയി പോകും, ഫിസിക്കലി നമ്മൾ ടയർഡ് ആയി പോകും. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ടാകില്ല. മെന്റലി നമുക്ക് എന്താ പറയുക, ഒരു കാര്യവും ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാവില്ല. ആവശ്യമില്ലാതെ തലവേദന ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു, സ്ട്രെയിൻ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കഴിവിനൊത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയത്തെ ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഈ സമയത്തെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് അലങ്കരിച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രീതിക്ക് അനുസരിച്ച് ക്രോഡീകരിച്ചു വെച്ചു.
ഇനി നമ്മുടെ ഊർജത്തെ നമുക്ക് നമ്മുടെ കഴിവിനൊത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ദിവസത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ 6 ലെവലിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യുവാൻ കഴിയും. അതായത് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് 6 രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യുവാൻ കഴിയും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലാദ്യം വരുന്നത് ടെറിബിൾ ടെറിബിൾ തിങ്സ്. അതായത് നമ്മളെ സംബന്ധിച്ച് വളരെ ടെറിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ കൊണ്ടൊന്നും സാധ്യമാകില്ല എന്ന് തോന്നുന്ന പക്ഷം അതൊരു ടെറിബിൾ തിങ് ആണ്. അതിങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമാണ്, നമ്മുടെ എനർജി, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആവട്ടെ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ആവട്ടെ, അത് തീരെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ചിലരെ സംബന്ധിച്ച് ഈ കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. പക്ഷെ ചിലരെ സംബന്ധിച്ച് കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിബിൾ ആയിരിക്കും. ആ കുക്കിങ്ങിന്റെ കാര്യത്തിൽ തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ വീടുകളൊക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വീടുകളാണ്. അതിപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ച് അത് എപ്പോഴും ഇങ്ങനെ പൊടി പറ്റി പിടിച്ച് ആകെ ചിലന്തി പറയും കയറി ഒക്കെ ആകെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും നമുക്കിത് തൂത്ത് തുടയ്ക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പിന്നെ മാർക്കറ്റിൽ പോവുക, പച്ചക്കറി വാങ്ങുക, മീൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക, സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക. സ്കൂൾ ബസ്സൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ തന്നെ ചെയ്തെങ്കിലേ നമുക്ക് അങ്ങോട്ട് തൃപ്തി വരുത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ടെറിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പോ നമ്മുടെ പ്രൊഫഷനിലേക്ക്, കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ലിനിക്കിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്നു. നമ്മൾ തന്നെ അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നു. അവിടെ വരുന്ന കോളുകളൊക്കെ നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ ഫിസിക്കലി നമ്മൾ ടയേർഡ് ആവുന്നു, മെന്റലി നമ്മൾ ടയേർഡ് ആവുന്നു. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇനി നമ്മുടെ കഴിവിന്റെ രീതി അനുസരിച്ച്, കഴിവനുസരിച്ച് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് പൂവർ ആയിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ സക്സസ് ആവില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ പ്രൊഫഷനിലേക്ക് തന്നെ വരികയാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് അറിയാത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കില്ല് നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. നമ്മളെ കൊണ്ട് തീരെ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ പൂവർ ആയിട്ടുള്ള കാര്യങ്ങളോ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുവാൻ കഴിയും. ഒരാളെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. നമുക്ക് ടെറിബിൾ ആയിട്ട് തോന്നുന്ന കാര്യം മറ്റുള്ളവരെ സംബന്ധിച്ച് നോർമലായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലെ? അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്കിത് നോർമൽ ആയിട്ടുള്ള അവരുടെ ജീവിത മാർഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു നോർമൽ തിങ് ആയിട്ട് മാറിയിട്ടുള്ളവരുണ്ട്. ഇപ്പം കുക്കിംഗ് അറിയാൻ വയ്യാത്തവരോ, അല്ലെങ്കിൽ ക്ലീനിങ്ങോ, അല്ലെങ്കിൽ വാഷിങ്ങോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതോ, ഇതിനൊക്കെ നമ്മൾ പോകാതെ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള, അല്ലെങ്കിൽ മിതമായിട്ടുള്ള, അവൻ അർഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന രീതിയിലുള്ള സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കാൻ ഒരുപാട് കമ്പനീസ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ടെക്നോളജി, അല്ലെ, ആ രീതിയിൽ വികസിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് നമ്മുടെ വീട്ടിലെത്തും. ആ രീതിയിലേക്ക് സിസ്റ്റം മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം നഷ്ടമാണ്, നമ്മുടെ ഊർജ്ജം നഷ്ടമാണ്. നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാം. കയ്യിലപ്പുറത്തെ തേങ്ങയാണ്, അങ്ങോട്ടും വീണേക്കാം, ഇങ്ങോട്ടും വീണേക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിവിനനുസരിച്ച് ഗുഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെ? ഇപ്പം ഹോമിയോപ്പതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് എന്ത് എനിക്ക് പഠിക്കാൻ കഴിയും? അവിടെ നമ്മൾ ഗുഡ് ആയിരിക്കും. അവിടെ നമ്മൾ ഗ്രേറ്റ് ആയിരിക്കും. അവസാനമാണ് കാണുന്നത് ബ്രില്യന്റ്. എന്തിലാണ് നമ്മൾ ബ്രില്യന്റ് ആയിട്ടുള്ളത്? നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ബ്രില്യന്റ് ആണെന്ന് കൂട്ടുക. അപ്പം ഡോക്ടേഴ്സും, അല്ലെങ്കിൽ നമ്മുടെ രോഗികളുമായിട്ടുള്ള, പേഷ്യൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ, ബോണ്ടിങ്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നല്ലതുപോലെ പ്രസന്റേഷൻ സ്കിൽ നമുക്കുണ്ട്, അല്ലെ? എവിടെയും പോയി നമുക്ക് ഈ ഏതെങ്കിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കുക. ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട്, പല രാജ്യങ്ങളും പോകുന്നുണ്ട്. റിസർച്ചിങ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ദാറ്റ് ഇസ് ദ ബ്രില്യന്റ് ഏരിയ. അവിടെയാണ് നമുക്ക് ബ്രില്യന്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ കരിയറിൽ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയുമോ, എവിടെയാണോ നമ്മുടെ ബ്രില്യന്റ് ആയിട്ടുള്ള ഏരിയ, അതിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ആൻഡ് ഗുഡ്, അല്ലെ? നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഗുഡ് ആക്കാൻ കഴിയും, നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് അതിനെ ഗ്രേറ്റ് ആക്കാൻ കഴിയും. അതായത് ഈ മുകളിലുള്ള ഈ 3 ഭാഗം, അതായത് ഈ ടെറിബിൾ, പുവർ,
ആവറേജ്, ഈ 3 കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുവോ, എങ്ങനെ അതിനു മുകളിൽ നമുക്ക് അധികാരം ഉണ്ടാക്കുവാൻ കഴിയുന്നോ, അതുപോലെയായിരിക്കും നമ്മുടെ കരിയർ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളെ ഈ പിന്നോട്ടേക്ക് നയിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ കരിയറിനെ പിന്നോട്ടേക്ക് നയിക്കുന്ന 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യും, നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നു, സമയം വേസ്റ്റ് ആക്കുന്നു. പൂവർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ IFPSനെ തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ തന്നെ മോഡറേറ്റ് ചെയ്യുന്നു, ഒരാൾ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നു, ഒരാൾ തന്നെ ആ പോസ്റ്ററും എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നു, അല്ലെ? 3 സൂം മീറ്റിംഗിലെ 3 സെഷനിൽ ഒരാൾ തന്നെ മോഡറേറ്റ്, എന്തായിരിക്കും അവസ്ഥ? ഡെലിഗേറ്റ് ചെയ്യേണ്ടടുത്ത് ഡെലിഗേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരാളെ നമ്മൾ നിർത്തി, ഇപ്പൊ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാളെ നിർത്തി, അയാൾക്കൊരു സാലറി നമ്മൾ കൊടുക്കേണ്ടി വരും. അയാളെ നിർത്തിക്കൊണ്ട് ഈ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, സ്ലൈഡ് ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കരിയറിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡെലിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ടു ഡു ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് എല്ലാ ദിവസവും നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നവരാകും. ഇനി ചിലരെ സംബന്ധിച്ച് യാന്ത്രികമായിട്ട് തന്നെ എല്ലാ ദിവസവും ചെയ്തു പോകുന്നതുകൊണ്ട് പിന്നെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, യാന്ത്രികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് ക്രമീകരിക്കുന്നത്? പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ടു ഡു ലിസ്റ്റിൽ എപ്പോഴും കാണുന്നത് നമ്മൾ ഈ ടെറിബിൾ ആയിട്ടുള്ള, പുവർ ആയിട്ടുള്ള, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാൻ ശ്രമിക്കും, ആദ്യം ചെയ്യാൻ ശ്രമിക്കും. അത് കുക്ക് ചെയ്തിട്ടാവട്ടെ, അല്ലെങ്കിൽ അടിച്ചുവാരി തൂത്തിട്ടാവട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടാവട്ടെ, അല്ലെ? ഇങ്ങനെ ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ഈ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ രാത്രിയിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നു, ഇന്നലെ രാത്രിയിലാണ് എനിക്ക് ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിയത്, ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നു, അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ ഞാൻ അബുദാബിയിലാണ്, ഇവിടെ ഭയങ്കരമായ ചൂടാണ്. ഞാൻ പുറത്തിറങ്ങി എന്റെ സമയം നഷ്ടപ്പെടുത്തി, എന്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തി ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നു, മറ്റു പല കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് ഈ ഈ ഒരു സമയം ഇവിടെ നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്റെ പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, നല്ല രീതിയിൽ സംസാരിക്കുവാൻ ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ, ഈ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ രാത്രി പറഞ്ഞതാണ്, ഈ സ്ലൈഡ്സ് ഒക്കെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതില് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ, ഇപ്പം ഞാനൊരു ഫിഗർ ഒക്കെ വരയ്ക്കാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ അതിൽ ബ്രില്യന്റ് ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഈ മാർക്കറ്റിൽ പോകുന്നതോ, കുട്ടികളെ കൊണ്ടാക്കുന്നതോ മറ്റുമൊക്കെ വന്നു കയറി കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, ഇന്നത്തെ രാത്രി എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കരിയറിൽ ഡെയിലി ബേസിസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഅറേഞ്ച് അവർ ടു ഡു ലിസ്റ്റ്. നമ്മുടെ ടു ഡു ലിസ്റ്റിനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യം ചെയ്തിരിക്കും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ചെയ്യാം. ഞാൻ തന്നെ ചിന്തിക്കുകയാണ്, വൈകുന്നേരം കുറച്ചു നേരം സ്പീക്കിംഗ് പ്രാക്ടീസ് 2 മണിക്കൂർ 3 മണിക്കൂർ ചെയ്യണം. പക്ഷെ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്റെ ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെടും. എനിക്ക് ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. എനിക്കത് ചെയ്യാൻ കഴിയില്ല. എന്റെ പ്രസന്റേഷൻ സ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പെട്ടെന്ന് കിടക്കാനായിട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. എത്രയും പെട്ടെന്ന് കട്ടിലിൽ നിന്ന് കിട്ടിയാൽ മതി, ഉറങ്ങാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. എനിക്കതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പോ എനിക്ക് നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്റെ ടു ഡു ലിസ്റ്റിൽ ഉണ്ടാകേണ്ടത് എന്റെ പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, എന്റെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഞാൻ കർമ്മനിരതനാകും. അതിനുശേഷം ഓക്കെ, ഫാമിലി, കുട്ടികൾ, മറ്റ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ കഴിയണം നമ്മുടെ ടു ഡു ലിസ്റ്റിനെ. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ ഈ രീതിയിൽ താഴേന്ന് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഗ്രേറ്റ് ആൻഡ് ഗുഡ്. ബാക്കി 3 കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുക. പോസ്റ്റ് ഓഫീസിൽ പോകുന്നതോ, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നതോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതോ, കുട്ടികളെ കൊണ്ടാക്കുന്നതോ, തിരിച്ച് വിളിച്ചുകൊണ്ടുവരുന്നതോ, ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ ചെയ്യുമെങ്കിൽ അവർ തന്നെ ചെയ്യട്ടെ. അതിനപ്പുറം വരുന്നതാണെങ്കിൽ ഒരാളെ നിർത്തി ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയും, അല്ലെ? ആ രീതിയിലേക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിനെ നമ്മൾ ഇനി മുതൽ അറേഞ്ച് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ സമയത്തെ നമുക്ക് ലാഭിക്കുവാൻ കഴിയും, നമുക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയും, നമ്മുടെ ഊർജ്ജത്തെ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തുവാൻ കഴിയും. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം വരുന്ന ഡെലിഗേഷൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ക്ലിനിക്കിൽ
അപ്പോയിന്റ്മെന്റ് ക്ലിനിക്കലിലുള്ള അപ്പോയിന്റ്മെന്റുകൾ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റാഫിനെ നിർത്താം. അതുപോലെ തന്നെ അവിടെ വരുന്ന ഫോൺ കോൾസ്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ, ഇതൊക്കെ നമുക്കൊരു അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സ്റ്റാഫിനെ നിർത്തി കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ നമ്മളെ കാണാൻ വരുന്ന രോഗി എന്ന് പറയുന്നത് വളരെ ലോ ഫ്രീക്വൻസിയിൽ ആകെ ടയേർഡ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലേ? അപ്പൊ ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പുഞ്ചിരിയെങ്കിലും ജെനുവിനായിട്ട് നമുക്ക് അവരിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുഞ്ചിരിയിൽ തന്നെ അവരുടെ രോഗത്തിൽ പകുതി കുറയുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഡോക്ടേഴ്സിന് അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളാകെ ടയേർഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. അതല്ല എങ്കിൽ ഇപ്പം രോഗികൾ വരുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ ഡോക്ടർ മാർക്കറ്റിൽ പോയി കാണും, അല്ലെങ്കിൽ വൈകുന്നേരമേ വരികയുള്ളൂ, അതിനല്ലേ കൺസൾട്ടേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പം ഡോക്ടേഴ്സ് ആകുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ള ഫീൽഡുകളാകുമ്പോൾ ഏതൊരാളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓട്ടോമേഷൻ. ഇന്ന് AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെക്നോളജി ഏൽപ്പിക്കുവാൻ കഴിയും, അല്ലെ? ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് സംവിധാനമൊക്കെ ഇപ്പോഴും ഈ ഫോണും പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഇങ്ങനെ തുരുതുരാ കോള് വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും വേണ്ട. ഓൺലൈൻ അപ്പോയിന്റ്മെന്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഒരു വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ കഴിയും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് മെസ്സേജ്, അതുപോലെ തന്നെ മെഡിസിൻ റിമൈൻഡർ സിസ്റ്റം, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിലോ സിസ്റ്റത്തിലോ ഒക്കെ എന്താ പറയുക, സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻസിന്റെ റെക്കോർഡുകളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പം ഈ എന്താ പറയാ, അരിച്ചുവാരി ഇട്ടേക്കുന്ന റൂം ചെന്ന് കഴിഞ്ഞാൽ റെക്കോർഡ്സുകൾ ഇങ്ങനെ വാരി കിടക്കുന്നു, ഫയലുകൾ ഇങ്ങനെ വാരി കിടക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ ഇലക്ട്രോണിക്കൽ ഈ സിസ്റ്റം, അല്ലെ, ഈ മെഡിക്കൽ റെക്കോർഡ്സുകളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഓട്ടോമേഷനിലൂടെ നമുക്ക് നമ്മുടെ ഈ സമയത്തെ, അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട എനർജിയെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളത്. അതായത് ഈ ആവശ്യമില്ലാത്ത ഡിബേറ്റ്സുകൾ, മീറ്റിംഗ്സുകൾ, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയതിനു ശേഷം IFPHലേക്ക് വരിക, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, അവിടെ കിട്ടുന്ന അറിവുകൾ അങ്ങോട്ട് ശേഖരിക്കുക, ഹോമിയോപ്പതി അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക. പലരും പറയുന്ന ഒരു കാര്യമാണ്, സമയമില്ലാത്തത് കൊണ്ടാണ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാത്തത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാകാം മറിയമ്മ ഡോക്ടറോ അതുപോലെ തന്നെ ശൈല ഡോക്ടറൊക്കെ ഈ ആര് വന്നു കഴിഞ്ഞാലും, ഞാൻ പലപ്പോഴും മോഡറേഷന് പോലും ഇരിക്കുന്ന സമയത്ത് ഈ വരുന്നവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെ? അത് കരിയറിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡോക്ടർ വന്ന് പറയുകയാണ്, ഇതുപോലൊരു രോഗം ഞാൻ ഇന്ന രീതിയിൽ ചികിത്സിച്ചപ്പോൾ അത് മാറിക്കിട്ടി, അല്ലെ? അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കരിയറിലേക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അയാളെ ട്രീറ്റ് ചെയ്യാം, ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുകയാണ്. വേൾഡിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നുണ്ടോ? ഏത് കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സെഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചുരുക്കമാണ്. കാരണം ഞായറാഴ്ചകളിൽ പോലും ഒരു മുടക്കവും ഇല്ലാതെ ഇതിന്റെ പിറകിൽ നിൽക്കുന്ന ഭാരവാഹികളുടെ അതൊരു യാന്ത്രികമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് പോലും അത് നിർത്തിവെക്കാൻ കഴിയില്ല. അത് ബ്രെയിൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരിക്കലും അത് ഇനി നിർത്താൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ദിവസം ആ ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക, ഗസ്റ്റിനെ കൊണ്ടുവരിക, അത് അവരുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അവര് വിചാരിച്ചാൽ പോലും ഇനി അത് നിർത്താൻ കഴിയില്ല. ആ രീതിയിൽ നമ്മുടെ IFPHന്റെ സിസ്റ്റം തന്നെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകളിലേക്ക് പോകാതെ, ഡിബേറ്റ്സുകളിലേക്ക് പോകാതെ നമ്മുടെ കരിയറിൽ എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം, എങ്ങനെ എന്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ എന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് നമ്മളൊരു ജീനിയസ് ആയി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ തന്നെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ അപ്പുറത്ത് യൂട്യൂബ് വീഡിയോയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, നാളെ ഇനി പിണറായി വിജയൻ സാറ് വരുന്നുണ്ട്, ഇനി കൊടി പിടിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, വലിയ കമ്പനിയിലൊക്കെ ഇങ്ങനെ കൊടുത്ത ആളുകൾ നമ്മളെ ഇങ്ങനെ ചാത്തന്മാരിങ്ങനെ കുടുക്കിയിട്ടേക്കാണ്, അല്ലെ? അപ്പൊ അവിടെ പോയിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും കിട്ടാനില്ല. ഇവിടെ നോക്കുമ്പോൾ എന്താ ഗ്രാഫ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഇയാൾ എന്തുവാ പറയുന്നേ, ഇതും പോയി അതും പോയി, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഇരട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ബ്രെയിന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് 25 മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള 100% ലിറ്ററസി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും.
ഒരു വിഷയത്തെക്കുറിച്ച് 25 മണിക്കൂർ നിരന്തരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ 100% ലിറ്ററസി ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയും. ഇനി അതുപോലെ തന്നെ 100 മണിക്കൂർ ഒരു വിഷയത്തിൽ, ഒരേ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ ഫ്ലുവന്റഡ് ആയിരിക്കും, 100% ഫ്ലുവന്റഡ് ആയിരിക്കും. നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ആ ഒരു 100 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് 10,000 മണിക്കൂർ നമ്മൾ ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ, ആ ഒരു സബ്ജക്റ്റിൽ ഒരു ജീനിയസ് ആയി മാറും എന്നുള്ളതാണ്. 10,000 മണിക്കൂർ ഒരേ ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കരിയറിൽ ഒരു ജീനിയസ് ആയി മാറും എന്നുള്ളതാണ്. ഒരു ഡോക്ടർ മികച്ച ഡോക്ടർ ആവുന്നു. അതിനെയൊക്കെയാണ് ഈ കൈപുണ്യം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അല്ലെ? അത് ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ, അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ, എന്താ പറയാ, എല്ലാവരും ധരിച്ചിരിക്കുന്ന രീതിയിൽ അതിനെ എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് മാറുവാനായിട്ട്, ആ ഒരു ജീനിയസ് ആയിട്ട് അദ്ദേഹത്തിന് മാറുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഏത് മേഖലയിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്നെ കേൾക്കുന്ന ഏവരും. അപ്പൊ ഇങ്ങനെ ഈ 10,000 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ ജീനിയസ് ആയി മാറുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും, അതായത് 90 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ടോപ്പ് 10 ആകുമെന്നുള്ളതാണ്. ഒരു ദിവസം 3 മണിക്കൂർ 180 മിനിറ്റ് നമ്മുടെ കരിയറിന് വേണ്ടി നമ്മൾ ഒരു സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടോപ്പ് 1 ആവും എന്നുള്ളതാണ്. ഒരു ദിവസം 90 മിനിറ്റ് നമ്മൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടോപ്പ് 10 ആവുന്നു. ഒരു ദിവസം 180 മിനിറ്റ്, അതായത് 3 മണിക്കൂർ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടോപ്പ് 1 ആകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 10,000 മണിക്കൂർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ അധ്വാനിക്കണം? 3 മണിക്കൂർ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 1000 മണിക്കൂറോളം ആകും, അല്ലെ? 10 വർഷം എടുക്കുമ്പോഴേക്കും ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഒരു പുലിയാകും, അല്ലെങ്കിൽ പുപ്പുലിയാകും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 3 മണിക്കൂറിൽ കൂടുതൽ 5 മണിക്കൂർ ചെയ്യുന്നവരോ 6 മണിക്കൂർ ചെയ്യുന്നവരോ, അതിനെയാണ് ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നത്, അല്ലെ? നമ്മൾ ഐൻസ്റ്റീൻ, എന്താ പറയാ, എഡിസൺ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിനരാത്രങ്ങൾ ഇങ്ങനെ പോകുന്നത് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും, രാത്രിയാകുന്നതോ പകലാകുന്നതോ അവർക്ക് അറിയാനേ കഴിയില്ല എന്നുള്ളതായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു അവർ. അപ്പൊ അങ്ങനെ നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സമയം കുറയുന്നതിനനുസരിച്ച് വർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. സമയം കൂട്ടുന്നതിനനുസരിച്ച് 5 മണിക്കൂറോ 6 മണിക്കൂറോ ഒരു കാര്യത്തിൽ മാത്രം റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് അത് ജീനിയസ് ആയി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. അങ്ങനെയുണ്ട്. അതായത് ഒരു കോൾ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ലൈൻ കട്ടായി പോയി. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നോ പഠിക്കുന്നോ, അപ്പൊ ഇത്തിരി ബോറ് വന്നു, എന്നാ പിന്നെ ഇത്തിരി നേരം സോഷ്യൽ മീഡിയ നോക്കാം, പോകുന്ന സമയത്ത് അതും കട്ടായി പോയി. അങ്ങനെ ലൈൻ കട്ടാവാതെ തന്നെ 90 മിനിറ്റ്, ലൈൻ കട്ടാവാതെ തന്നെ 3 മണിക്കൂർ നിരന്തരമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ, നിരന്തരമായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് ജീനിയസ് ആയി മാറാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതാണ്: വാല്യൂ സിസ്റ്റം, നമ്മുടെ വാല്യൂ, നമ്മുടെ ക്വാളിറ്റി നമുക്ക് ഉയർത്തണമെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൂട്ട് കോസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ലോ വാല്യൂ സിസ്റ്റത്തിലും ഹൈ വാല്യൂ സിസ്റ്റത്തിലും നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഹൈ വാല്യൂ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ കഴിവനുസരിച്ച് ഒരു കാര്യത്തെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 6 രീതിയിലാണ്. അത് നമ്മൾ പഠിച്ചു. ടെർബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പൂവർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ലേണിംഗ് സിസ്റ്റമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഗുഡ് ആയിരിക്കാം, ഗ്രേറ്റ് ആയിരിക്കാം. ടോപ്പ് ഓഫ് ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് നമ്മുടെ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ പ്രസന്റേഷൻ സ്കില്ലാകാം, ചിലരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകാം, ചിലരുടെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം, മറ്റുള്ളവരുമായിട്ടുള്ള എന്താ പറയുക, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാകാം. ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിൽ മാത്രമായിട്ട് ഫുൾ ഫോക്കസ്ഡ് ആകുവാൻ നമ്മുടെ ടു ഡു ലിസ്റ്റ് തന്നെ ആ രീതിയിൽ ക്രമീകരിക്കുക. ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ടു ഡു ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. പൂവറായിട്ടുള്ള കാര്യങ്ങൾ, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ എഴുതുക, അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു ദിവസത്തിന്റെ ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നമുക്കും ആർക്കും, ഏതൊരു മനുഷ്യനും അവനവന്റെ മേഖലയിൽ, കരിയറിൽ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ചരിത്രം തന്നെയാണ്.
അപ്പൊ അതിനെല്ലാവർക്കും സഹായകമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ആദ്യം എഴുതി നമ്മൾ ചെയ്തതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഷാലുരാജൻ, നല്ല ക്ലാസ് ആയിരുന്നു. സമയബന്ധിതമായിട്ട് നിർത്തുകയും ചെയ്തു. അപ്പൊ ഇനി 10 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യേണ്ട സമയമാണ്. എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാം. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ആഗ്രഹം കാണും കരിയറിൽ ബെസ്റ്റ് ആവണോ. ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും കാണത്തില്ല. പക്ഷെ ഇനിയിപ്പോ പല പ്രശ്നങ്ങളും ഉണ്ട്. ഏതിന് പ്രിഫറൻസ് കൊടുക്കണം, എന്ത് ചെയ്യണം ആദ്യം. അപ്പൊ അതൊക്കെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചിലരൊക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ സമയം കളയും. ഒക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഡീപ്പായിട്ട് പോവത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള പല അവസാനത്തേക്ക് നമ്മൾ മാറ്റി വെക്കും. ഡെയിലി ആ ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും അവസാനം കൊണ്ടുപോയി. അപ്പോഴേക്കും നമ്മുടെ ഈ സമയവും പോയി, നമ്മുടെ ഊർജവും നഷ്ടപ്പെട്ടു, അല്ലെ? ഇപ്പൊ ഇന്ന് ആ എനിക്ക് 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പുറത്ത് പോയി മാർക്കറ്റിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇത് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ എനർജി വെറുതെ ഇന്ന് വേസ്റ്റ് ആണ്. അത് മറ്റൊരാളെ ഡെലിഗേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ മുടങ്ങും. ശരിയല്ലേ? ഞാനിവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കിത് പറഞ്ഞു തീർച്ചയായിട്ടും തരണമെങ്കിൽ ഇതുപോലെ ഈ സ്ലൈഡ് വരും. ഞാൻ ചെയ്തതാണ്, എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ ഞാൻ ചെയ്തേ പറ്റുകയുള്ളൂ, എന്നാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡ് വരെ എനിക്ക് പ്രിപ്പയർഡ് ആക്കാനുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇതുപോലെ വൈകുന്നേരമാണ് ഇൻഫോർമേഷൻ കിട്ടിയത്. അപ്പൊ അത് ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഡെയിലി തീർച്ചയായിട്ടും നമ്മൾ അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ. ആ ഓരോ ദിവസവും ഓരോരുത്തര് അല്ലെ അതൊന്ന് ഇതാണ് ചാർട്ട് ചെയ്യുക, ഏതിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. അതെ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. നഷ്ടങ്ങൾ വരില്ല എന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കരിയറിൽ ബെസ്റ്റ് ആകാൻ തന്നെ സാധിക്കും. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? തോമസ് ഡോക്ടറുണ്ട്, മറിയാമ്മ ഡോക്ടറുണ്ട്, ഷഫീഖ് ഡോക്ടറുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം. മറിയാമ്മ ഡോക്ടറെ തുടങ്ങാം. ശരിക്കും നല്ലൊരു ക്ലാസ്സാണ് ഷാലിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എനിക്കൊരു സങ്കടം പറയാനുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ട് ഇതിൽ വരും. കാരണം ഫാമിലി എന്നുള്ളത് നോക്കാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതൊക്കെ വരുത്തില്ലേ എന്നൊരു സംശയം. അതാണ് ഡോക്ടറെ, ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മുടെ ഫാമിലി ഇവിടെ തന്നെയല്ലേ വരുന്നത്. മനസ്സിലായില്ലേ? അതെ. ഹൈ വാല്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ ആ കരിയർ. ഇപ്പം കരിയർ ബെസ്റ്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സമയം കൊടുത്തതിന് ശേഷം, ഇപ്പം ഫാമിലിയെ നമ്മൾ അവഗണിക്കുകയല്ല. ഫാമിലിയുടെ സ്ഥാനം താഴെയല്ല. ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് ഫാമിലിയും വരുന്നത്, കുട്ടികളും വരുന്നത്, ഹെൽത്ത് വരുന്നത്, അല്ലെ? ഇപ്പം പ്രാർത്ഥന വരുന്നത്. ഇതെല്ലാം അവിടെ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൽ മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കരിയർ ആണെങ്കിൽ കരിയറിന് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലിയെ എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ. മനസ്സിലായില്ലേ? അതെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മൾ പലരുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംശയം ചോദിക്കാം, ഞാനൊരു കാര്യം പറയാം. ചിലർ ഈ കരിയറിന് പ്രാധാന്യം കൊടുക്കും. ഞാൻ മാർക്ക് ചെയ്യുന്ന നോക്കുക, ഈ കരിയറിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കും. പക്ഷെ ഈ ഫാമിലിയുടെ സ്ഥാനം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിൽ താഴെയായിരിക്കും. അപ്പൊ അവരുടെ കരിയറിൽ അവർ ഉയരുന്നത് കാണാം, ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന തകർച്ചയിലേക്ക് പോകുന്നത് കാണാം. അല്ലെ? നമുക്ക് തന്നെ ആരെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ അവർ ബെസ്റ്റ് ആയിരിക്കും, അവർക്ക് ആരാധകരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ കുടുംബ ബന്ധത്തിൽ അതൊരു ശിഥിലമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നത് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കരിയറിന് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ല. ഇവിടെ താഴെ കിടക്കുന്ന ഈ ഫാമിലി താഴെയാണെങ്കിൽ അതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. മനസ്സിലായില്ലേ? ഫാമിലിക്ക് വേണ്ടി അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യുവാൻ കഴിയണം. അത് ഇമ്പോർട്ടന്റ് ആണ്.
അല്ലെ? അരമണിക്കൂറെങ്കിലും അവരുടെ അടുത്ത് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളോട് അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ആ, എന്തിന് ഒരു ഹഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെ, എല്ലാ പിണക്കങ്ങളും മാറിപ്പോകും. ഒരു 5 മിനിറ്റ് നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷെ അവർ പറയുന്നത്, അയ്യോ സമയമില്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലിയോടൊപ്പം ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇവിടെ നമ്മൾ ഒരു റീഅറേഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നത്, ഫാമിലിയെ ഏറ്റവും മുകളിൽ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? മനസ്സിലായി. അതെ. ഓക്കെ മറിയാമ്മ ഡോക്ടർ, ഇനി ആരാണ് അഭിപ്രായം? എന്തെങ്കിലും സംശയങ്ങള്? ഷഫീഖ് ഡോക്ടർ എന്ത് പറയുന്നു? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഇല്ല. ഇനി ആരെങ്കിലും? ഡോക്ടർ സൂസി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഡോക്ടർ സൂസി. ഷഫീഖ് ഡോക്ടർ പറഞ്ഞോളൂ. എനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് 1-2 ഫോൺ കോൾ വന്ന്. എന്താണെങ്കിലും നല്ല ഒരു പ്രോഗ്രാമാണ്. അപ്പം ഷാരൂജാതിനെ പോലുള്ളവർ ഇങ്ങനെയുള്ള മോട്ടിവേഷണൽ ട്രെയിനറൊക്കെ അല്ലേ, അപ്പൊ ഇതിലുള്ളവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ എനിക്ക് എന്റെ അഭിപ്രായത്തില് നമ്മൾ ഈ പലതും കാണുന്നതെന്ന് പറഞ്ഞാൽ, ചിലര് പഠിക്കുന്ന സമയത്ത് വളരെ ബ്രില്യന്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ലൈഫില് വളരെ ഫെയിലിയർ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അവര് ബ്രില്യന്റ് ആണ്, പക്ഷെ ലൈഫിൽ അവര് ഫെയിലിയർ ആവുന്നു. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മളൊരു വിശകലനം നടത്തണം. അതില് എനിക്ക് തോന്നുന്ന, പഠിക്കുന്ന കാലത്ത് നല്ലവണ്ണം മെനക്കെട്ട് പഠിക്കും, പിന്നീട് അതില് കൂടുതൽ ലൈഫിൽ വരുമ്പോഴേ അത് കൂടുതൽ പ്രാവർത്തികമാകാത്തത് കൊണ്ടാണോ? പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന മെഡിക്കൽ കോളേജിലുള്ള ഒരു പേര് കേട്ട ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. പുള്ളി ന്യൂറോ സർജനാണ് എന്ന് പറഞ്ഞാൽ, പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പക്ഷെ പുള്ളി ഏത് ഓപ്പറേഷൻ ചെയ്യുമോ അത് ഫെയിലൂർ ആയിരിക്കും. എന്നാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പുള്ളി ഉണ്ടായിരുന്ന, പുള്ളി ഇതിന്റെയൊക്കെ ഹെഡായിരുന്നു, ന്യൂറോയുടെ ഹെഡ്, ന്യൂറോ സർജറിയുടെ ഹെഡൊക്കെ ആയിരുന്നതാണ്. അപ്പം പലരും അവസാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ സാറിന്റെ കയ്യിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ ജീവൻ പോക്കണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അവസാനം പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ ഇനി ഒരു സർജറിയും ചെയ്യുന്നില്ല ന്യൂറോയുടെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളായിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഭാഗം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാണ്, ഫുള്ള് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു ഡോക്ടർ ഈ അടുത്ത കാലത്ത് മരിക്കുകയുണ്ടായില്ലേ, ഒരു കാർഡിയോളജിസ്റ്റ് ആണോ, ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു മലയാളി ഡോക്ടർ. അത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് മറ്റേ ഹൗസിൽ പോയി ലേക്ക് ഷോറിലല്ലേ? ആത്മഹത്യ ചെയ്ത ഒരു അത് തന്നെ, അത് ഡോക്ടർ. തന്നെ. പുള്ളി ആ ഒരുപാട് പേര് ന്യൂറോ ഡോക്ടറാണ് ലേക്ക് ഷോറിലെ ഏതോ ഹോസ്പിറ്റലിൽ വലിയ. പക്ഷെ പുള്ളിയുടെ ഇൽനെസ്സിന് പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റാതെയാണ് പുള്ളി സൂയിസൈഡ് ചെയ്തത്. അദ്ദേഹത്തെ എന്നാ പുള്ളി സംബന്ധിച്ച് അദ്ദേഹം കരിയറിൽ ഇനി ഒന്നും ആവില്ല, അതാണെല്ലാം എന്ന് ചിന്തിച്ച് ജീവിച്ചൊരു മനുഷ്യനായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈ വിറയലോ എന്തോ സംതിങ് ആണ്ട് അദ്ദേഹത്തിന് വന്നു, പാർക്കിൻസൺസോ എന്തോ സംതിങ് ആണ്. അപ്പൊ അത് അദ്ദേഹം ജീവിതത്തിൽ തന്നെ തോറ്റുപോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ഇത്രയും പേരെ ഞാൻ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ സർജറി ചെയ്തു, ഇനി എനിക്ക് കഴിയില്ല എന്ന് കണ്ടപ്പോൾ അതാണ് എല്ലാം എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി. ശരിയല്ലേ? എന്നാൽ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ ഏറെ കാര്യങ്ങൾ, ഇപ്പൊ സൊസൈറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേര്, അല്ലെ, അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി തന്നെ ലക്ഷങ്ങൾ, 50 ലാക്സോ അങ്ങാണ്ടൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ വാർത്തയെ കണ്ടതാണ്. എത്രയോ കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ ശിഷ്ട ജീവിതത്തിൽ ചെയ്യാനുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ അതെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരുടെ ഒരു മാനസികാവസ്ഥയായിരിക്കാം. ഇപ്പൊ എനിക്ക് ഒരു നോർമൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് തന്നെ തോന്നി, ഈ ഇദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ഇത്രയും കാലം അദ്ദേഹം ഇത് ചെയ്തു, അയ്യോ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിൽ ഒരുപാട് പേരെ ഉയർത്തിയെടുക്കാനായിട്ട് അല്ല, അദ്ദേഹം. അത് മാത്രമല്ല, എനിക്കൊന്നും കൂടെ പറയാനുണ്ട്. ഇതിലിപ്പോ ആരെങ്കിലും നിരീശ്വരവാദികളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിലൊക്കെ കുറച്ച് ദൈവാധീനം എന്ന് പറയുന്നതും കൂടെ ഉണ്ട്. അത് അതെ അതെ അതെ, അത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പറഞ്ഞത്, ഈ വലിയ മെഡിറ്റേഷനോ ഘടകമാണ്. യോഗയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയൊക്കെ ഈ പ്രാർത്ഥിക്കാൻ സമയമില്ല കേട്ടോ. എനിക്ക് ഇവിടൊക്കെ പോകേണ്ടതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകാറില്ല, അമ്പലത്തിൽ പോകാറില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ സമയമില്ല.
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവിടെ, അതിപ്പം ദൈവമായിട്ടോ ചാത്തനായിട്ടോ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കാണുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ ഹയർ സെൽഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഈ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ. അതിനെ നമ്മൾ വ്യക്തികളായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും, ആരാധന ഏത് രീതിയിലും ആകാം. പ്രാർത്ഥന അത് നമ്മുടെ മനസ്സിനെ അത് ധന്യമാക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും നമുക്ക് സ്വീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അത് നമ്മൾ അല്ല, കൊണ്ടുവരണം. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആ മനസ്സിലുണ്ടെങ്കിലേ നമ്മൾ എല്ലാത്തിനും ഒരു കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ അതെ ഉണ്ടാവും. അതെ അതുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഉണ്ടാവും. അത് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും അഗ്രി ചെയ്യുന്നു. നമ്മളെ നിയന്ത്രിക്കാൻ ഒരു ശക്തി പുറത്തുണ്ട് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ, ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് എന്തുകൊണ്ട് രോഗി വരുന്നു? എന്നെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയും. അപ്പോ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്റെ പ്രശ്നം മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിയും. ഏതോ അനന്തമായിട്ടൊരു ശക്തി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എന്തുമാകാം, അവ്യക്തതയിലുള്ള ഓക്കെ എനർജി കഴിയുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതേ ഉള്ളൂ. ഓക്കെ ശാലുരാജൻ, നമ്മളെ ഹബീബുള്ള ഡോക്ടർ എന്തോ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ഒരു വാക്ക് സംസാരിക്കാം. ശരി. ശരി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈ ഈവനിങ് ഡോക്ടർ. ഡോക്ടറെ, ഈ ഷാലു, മിസ്റ്റർ ഷാലു, ഈ ആ. മോട്ടിവേഷനിലൂടെ കിട്ടുന്ന കാര്യങ്ങളെ ഈ കൂടുതൽ കാലം അതേ മോട്ടിവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് കിട്ടുന്നതാണ്. ഒരു മോട്ടീവ് പ്ലസ് ആക്ഷൻ, അല്ലെ? ഒരു ആക്ഷൻ എടുക്കാൻ ഒരു മോട്ടീവായി മാറുന്നു. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ ആയി മാറണം. അതായത് അത് ചെയ്യണമെന്നുള്ള ഒരു വാശി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആത്മകഥ വരെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷെ നമ്മളൊരു മോട്ടീവായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. പക്ഷെ അത് എനിക്ക് ചെയ്യണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു ബോധം, അവിടെ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അല്ലെ, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതാണ് സകല മനുഷ്യർക്കും എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു മടി, അലസത, ഇതൊക്കെ ഇപ്പൊ 2 ദിവസം ഒരു മോട്ടിവേഷൻ ക്ലാസ്, എന്റെ ഒരു അനുഭവം പറയുകയാണ്. ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ആവേശമായിരിക്കും. 3ന്റെ അന്ന് അത് താനെ കെട്ടടങ്ങി പോകുന്നു. പക്ഷെ ആ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുകയാണ്. എനിക്ക് നേടിയേ പറ്റൂ, എന്റെ ഏരിയ ഇതാണ്, എനിക്ക് ബ്രില്യന്റ് ആവാനുള്ള ഏരിയ ഇതാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നിരന്തരമായിട്ട് അധ്വാനിക്കുന്ന ആൾ, അപ്പൊ അദ്ദേഹത്തിന് അത് ഇൻസ്പിറേഷൻ ആണ്. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒന്നിനും അദ്ദേഹത്തെ തടുക്കാൻ കഴിയില്ല. ഈ ഭൂലോകത്തിലുള്ള ഒരു ശക്തിക്കും അദ്ദേഹത്തെ തടുക്കാൻ കഴിയില്ല. ആ ഒരു ലക്ഷ്യം നേടിയിട്ടേ അദ്ദേഹം അടങ്ങുകയുള്ളൂ. ആ ഓക്കെ മോട്ടിവേഷൻ നമുക്ക് ഇൻസ്പിറേഷൻ ആക്കാൻ കഴിയുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. താങ്ക്സ്. ഓക്കെ. ഇന്നത്തെ ഈ നല്ല മനോഹരമായ ഒരു ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ഹബീബുള്ള ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. ഡോക്ടർ മ്യൂട്ട് അൺമ്യൂട്ട് ആണെന്ന് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഒന്നുകൂടെ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. നീ അൺമ്യൂട്ട് ചെയ്തേ. ആ ഓക്കെ. ഞാനിത് ആദ്യം മുതല് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേൾക്കാൻ എനിക്ക് സാധിച്ചത്. എന്നാലും ഞാൻ മുഴുവൻ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വാല്യൂസ് ആണ് നമ്മൾ ഇന്ന് ഹൈ വാല്യൂസും മിഡ് വാല്യൂ ആൻഡ് ലോ വാല്യൂവിനെ കുറിച്ചാണ് ഈ മിസ്റ്റർ ഷാലു സംസാരിച്ചത്. വളരെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ സബ്സ്റ്റൻസ് ഫുൾ എടുത്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പല മോട്ടിവേഷൻ ക്ലാസ്സും കേൾക്കാറുണ്ട്, പക്ഷെ ഇത്ര ഒരു ക്ലാസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു കാരണം. അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ട് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വളരെയധികം താങ്ക്സ് താങ്കളോട് പറയുന്നു. ഈ ഇത് 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 സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും എൻ്റെ താങ്ക്സ് ഞാൻ പറയും. താങ്ക് യു. ഓക്കെ, ഹബീബുള്ള ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ സമയം 2-3 മിനിറ്റ് അധികം ആയിരിക്കുകയാണ്. അപ്പം ഷാലുരാജന് ഇന്നത്തെ ക്ലാസ് അതാണ് ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നത്. ഹബീബുള്ള ഡോക്ടർ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിച്ചത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഷാലുരാജന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ നല്ലൊരു വിഷയവുമായി ഇനിയും വേറൊരു ക്ലാസ്സിൽ എത്തുമെന്ന്, അധികം താമസിയാതെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
ഇന്ന് ക്ലാസ് എടുത്ത ശാലുരാജന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.